എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാപ്പി ഉണ്ടാക്കി, പിന്നെ അരി ഇട്ടിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. കാപ്പി എടുക്കാൻ പോകാം കേട്ടോ. നമുക്ക് ഇന്ന് കഞ്ഞിയും കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. കപ്പയും ഉണ്ടാക്കാൻ പോകും. കപ്പ റോസ് എളുപ്പപ്പണിയാണ് കേട്ടോ. ഗ്യാസ് ഉണ്ടാക്കാനും വെള്ളത്തിൽ കുഞ്ഞുവാങ്ങ ഇരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കാപ്പി എടുക്കുക. അങ്ങനെ കപ്പ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കപ്പ അരിഞ്ഞെടുത്ത് വന്നപ്പോഴേക്കും അരി തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇറക്കി വെക്കുവാണ്. എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം ഇപ്പുറത്തെ ഈ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടടുപ്പിലും കത്തിക്കുമ്പോൾ അതിൽ കൂടി കുറച്ച് തീപ്പുറത്തോട്ട് വരില്ല. അതിനെന്തോ പറയണമെന്നുള്ള കാര്യം ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നേരെ അടുപ്പിലേക്ക് എടുത്ത് വെച്ചു. ഒന്നും കൂടി ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളം ചൂടായിട്ടുണ്ട്.
അത് ഇറക്കി വെച്ചതിന് ശേഷം അതേ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള വെള്ളവും കൂടിയിട്ട് വേവിക്കാൻ വെക്കുവാണേ. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തീയൊക്കെ ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. മടലൊക്കെ ഉണ്ട് കേട്ടോ, ഈ തേങ്ങയുടെ മടലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് തീർക്കുകയും ചെയ്യാം. ഗ്യാസ് വരുന്നവരെയും ഇങ്ങനെ അടുപ്പിൽ കത്തിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് കുടിക്കാനുള്ള വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു, അത് അകത്തെ കലത്തിൽ കൊണ്ടുപോയി ഒഴിച്ച് വെച്ചിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കപ്പ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പ വെന്തിട്ട് വേണം ഞാൻ പോയി റൂമൊക്കെ അടിച്ച് വാരലെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതേ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചതച്ചെടുക്കുവാണ്. അപ്പോഴേക്കും കപ്പ വെന്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് വെള്ളം ഊറ്റി കളയുന്നുണ്ട് കേട്ടോ. പിന്നെ താളിക്കാൻ പോവാണ്. അപ്പോൾ ഈ അടുപ്പത്ത് വെക്കാനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കലം ഒന്നും കൂടി വെക്കുവാണ് കേട്ടോ, കഞ്ഞി ആക്കുവാണേ. അങ്ങനെ ഇതേ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് താളിക്കുവാണ്. കടുക് താളിച്ചിട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും വെന്ത് വന്ന കപ്പ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കപ്പ റോസ്റ്റും കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കപ്പ താളിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചപ്പോഴേക്കും കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കാപ്പി കൊടുത്തിട്ടാണ് ഞാൻ താളിക്കാനായിട്ട് വന്നത്. അപ്പോൾ കപ്പ റോസ്റ്റും കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.